+2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്രാവശ്യം നേരിയൊരു വർധനവ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ വിജയ ശതമാനം വന്നിട്ടുള്ളത് 77.97% ആണ്. സോ പാസ്സായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ദെൻ പാസ്സാകാൻ സാധിക്കാത്തവരാരും വറി ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സേ പരീക്ഷ ജൂൺ 29 ആരംഭിച്ച് ജൂലൈ 3 അവസാനിക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമ്മുടെ സ്ഥാപനം കോമേഴ്സ് സ്റ്റുഡൻസിനാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ +2 കോമേഴ്സിന്റെ റിസൾട്ട് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് പറയാം. സോ കോമേഴ്സിൽ 1,08,867 സ്റ്റുഡൻസ് ആണ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 81,147 സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. എന്ന് വെച്ചാൽ 74.74% ആണ് +2 കോമേഴ്സിലെ വിജയ ശതമാനം. അപ്പോൾ അതിൽ 25.26% സ്റ്റുഡൻസിനെ പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. സോ പാസ്സാക്കാൻ സാധിക്കാത്തവരെ നിങ്ങൾ ഇനി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ്. അത്രയ്ക്കുള്ളൂ. ഇപ്പോൾ ഇത്ര നാൾ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങളുടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതൊക്കെ വിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകാൻ സാധിക്കട്ടെ. എന്തായാലും ഇപ്പോൾ റിസൾട്ട് വന്ന നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഈ 25.26% സ്റ്റുഡൻസ് നിങ്ങളും പാസ്സാകണം. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതെല്ലാവരെ കൊണ്ടും പാസ്സാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. സോ നമ്മുടെ ചാനലിലെ കോമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമായിട്ടാണ് മെയിൻ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ചാനൽ. ദെൻ റിസൾട്ട് വന്ന് ഒരുപാട് പേര് ഇനി നെക്സ്റ്റ് സീറ്റ് കിട്ടാൻ നല്ല സാധ്യത ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 1200-ൽ 1200 മേടിച്ച 60 പേരുണ്ട് ഫുൾ മാർക്സ് മേടിച്ചവര്. അതിൽ 10 പേര് മാത്രമാണ് ആൺകുട്ടികൾ, 50 പേരും പെൺകുട്ടികളാ. അപ്പൊ തന്നെ നിങ്ങളിനി മനസ്സിൽ എഴുതി വെച്ചോ. നിങ്ങളിനി നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് സീറ്റ് കിട്ടാന്ന് പറയുന്നത് വളരെ പാടന്നെയായിരിക്കും. കാരണം പെർസെൻറ്റേജ് ഓഫ് സക്സസ് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിജയ ശതമാനം 86.91 ആൺകുട്ടികൾക്ക് 68 something ആണ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസാ. നിങ്ങളിപ്പോൾ ഏത് കോളേജിൽ അപ്ലൈ ചെയ്താലും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെ ലിസ്റ്റിലെ പെൺകുട്ടികൾ തന്നെയായിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികളെ. ഇപ്പം മിക്സഡ് കോളേജിലാണെങ്കിലും അതുകൊണ്ട് തന്നെ ഈ ഒരു പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് മിക്സഡ് കോളേജിലാണെങ്കിലും കൂടുതൽ പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെയാണ് റിസൾട്ട് കൂടുതൽ. ഏറ്റവും ഹൈയസ്റ്റ് മാർക്സ് ഒക്കെ പെൺകുട്ടികൾക്കാ. 1200 ഔട്ട് ഓഫ് 1200 മേടിച്ചിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 60-ൽ 50 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ആൺകുട്ടികളുടെ എണ്ണം വരുന്നത്. അതുപോലെ വിജയ ശതമാനത്തിന്റെ കേസാണെങ്കിലും സീറ്റ് കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പിന്നെ കോമേഴ്സ് സ്റ്റുഡൻസിന്റെ കേസിലോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് റെഗുലർ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം CA, CMA, CCA ഇങ്ങനെയുള്ള കോഴ്സിലോട്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഓരോ വർഷം കുറഞ്ഞു വരാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി എന്തായാലും പഠിച്ചിരിക്കണം. നിങ്ങൾക്കൊരു ക്യാമ്പസ് ലൈഫ്, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു റെഗുലർ കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്നത് സംതിങ് ഡിഫറെൻറ്റ് തന്നെയാണ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ഓർ ഡിഗ്രി രണ്ടും കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് +2ൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. കിട്ടാത്തവർ വിഷമിക്കേണ്ട. സേ പരീക്ഷ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. +2 കോമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.